ഇന്നലെ കോഴിക്കോട് ബീച്ചിലുണ്ടായ ആ ഒരു വാഹനാപകടം ആശയക്കുഴപ്പമുണ്ട് എന്നാണ് ഇന്നലെ ലേറ്റ് നൈറ്റോട് കൂടിയിട്ട് പോലീസ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായത്. റീൽസ് അപകടത്തിൽ ആശയക്കുഴപ്പം, ഇടിച്ച വാഹനം ഏതെന്ന് സ്ഥിരീകരിക്കാതെ പോലീസ്. ഞാൻ ഇന്നലെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ചെയ്ത സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടായിരുന്നു, ഡിഫൻഡർ ഇടിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നാട്ടുകാർക്ക് കണ്ടു നിന്ന് നാട്ടുകാർക്ക് ഡിഫൻഡറും ജി വാഗണും, നമ്മുടെ നാട്ടിലൊരു അവസ്ഥ അറിയാലോ, സാധാരണക്കാർക്ക് കറുത്ത വലിയ വണ്ടി എന്ന് പറയുമ്പോൾ മാക്സിമം പോയ ഫോർച്യൂണർ വായിൽ വരും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു ജി വാഗൺ സാധാരണക്കാർക്ക് അതൊന്നും കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ബെൻസിൻ്റെ എംബ്ലം കണ്ടാൽ ബെൻസ് എന്ന് പറയുന്നല്ലാതെ ഒരിക്കലും ഡിഫൻഡർ, ലാൻഡ് റോവർ ആ സ്കീം അവർ പിടിക്കില്ല, അവർക്ക് വരില്ല അത്. അപ്പോൾ ഇന്നലെ ഇത് കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. പോലീസ് വേണം അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം FIR ഇട്ട സമയത്ത് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ പ്രതിയുടെ പേരില്ല. രാവിലെ 7:30 നടന്ന അപകടം ഇന്നലെ രാത്രിയായിട്ടും FIRൽ പ്രതി ആരാന്നുള്ള കൺഫ്യൂഷൻ. 2 വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി സബ്മിറ്റ് ചെയ്തപ്പോൾ ഡിഫൻഡർ തട്ടി എന്നുള്ള രീതിയിലാണ് അവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്, ഓടിച്ച 2 ഡ്രൈവർമാർ. അപ്പം ഡിഫൻഡർ തട്ടി എന്ന് പറയുമ്പോൾ ഡിഫൻഡറിൻ്റെ മുകളിൽ പാടോ കാര്യങ്ങളോ വേണ്ടേ? ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്വൽസ് ഇതാ, ഡിഫൻഡറിൻ്റെ മുകളിലല്ല പാടും കാര്യങ്ങളും ഉള്ളത്, ജി വാഗൻ്റെ മുകളിലാണ് പാടും കാര്യങ്ങളും സംഗതികളും ഉള്ളത്. സോ ജി വാഗൺ തട്ടാനാണ് സാധ്യത എന്നുള്ളത് ഞാൻ കൃത്യമായി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FIRനകത്ത് ഡിഫൻഡർ തട്ടി എന്നുള്ളത് കൊണ്ട്, അവിടെ അങ്ങനെ മൊഴി കൊടുത്തത് കൊണ്ട് ഇവർ ഡിഫൻഡറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, KL10BK 0001. ഡിഫൻഡർ ഡ്രൈവർ, പേരോ കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നുമില്ല ഈ ഡിഫൻഡർ ഡ്രൈവർക്ക്. ഡിഫൻഡർ ഡ്രൈവർ എന്ന് മാത്രമുണ്ട്. അങ്ങനെ ഒരു ഡിഫൻഡർ ഡ്രൈവർ എന്ന പേരുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാൻ പാടില്ല. പോലീസുകാർ ഒരു FIR ഇടുമ്പോൾ ചുമ്മാ ഡിഫൻഡർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ട് വെക്കുന്നതൊക്കെ ഇതിൽ കൃത്യമായിട്ട് ആളെ രക്ഷിക്കാൻ, വണ്ടിയെയും വണ്ടിയുടെ ഓണറെയും രക്ഷിക്കാനുള്ള കളികൾ നടന്നിട്ടുണ്ട്. ഡമ്മി ആയിട്ട് ഡിഫൻഡറും ഡിഫൻഡറിനകത്തൊരു ഡ്രൈവറും അത് സബ്മിറ്റ് ചെയ്ത് തടിയൂരാനുള്ളൊരു കളി ഇന്നലെ രാത്രി നടന്നു. പക്ഷെ മീഡിയേൻ്റെ ഇൻവോൾവ്മെൻറ്റും RTO ഓഫീസേഴ്സും വന്നോട് കൂടിയിട്ട് പണി പാളിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നലെ ഇട്ട FIRൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വയ്ക്കാം. 10/12/2024 തീയതി രാവിലെ 7:30 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശം വെച്ച് KL10BK 001 നമ്പർ ഡിഫൻഡർ വാഹനം അശ്രദ്ധയും മനുഷ്യജീവന അപായം വരത്തക്ക വിധം ഓടിച്ചു വന്നതിൽ ആൽവിൻ TK, വയസ്സ് 20-24, സൺ ഓഫ് സുരേഷ് ബാബു, തച്ചിലേരി താഴേക്കന്നി ഹൗസ്, കടമേരി വടകര എന്നയാളെ ഇടിച്ചതിൽ ഗുരുതര പരിക്ക്, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു എന്നും മറ്റും. ഓക്കെ, ഇതാണ് FIRനകത്ത്. ഓക്കെ, FIRനകത്ത് ഇട്ടിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് ഡിഫൻഡർ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഈ ഡിഫൻഡറിൻ്റെ ഡ്രൈവറിൻ്റെ പേരോ ഡീറ്റെയിൽസോ അവർ കൊടുത്തിട്ടില്ല. ഇനി ഈ ആൽവിൻ, ഈ മരണപ്പെട്ട പയ്യൻ, ഞാൻ ഇന്നലെ ഈ പയ്യൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത്. ഈ പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഈ പയ്യനെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു, ഞാൻ ഈ പയ്യനെ കണ്ടിട്ടുണ്ടല്ലോ, ഈ പയ്യനെ എനിക്ക് അറിയാലോ എന്നുള്ളത്. ഈ പയ്യൻ എന്നെ ഫോളോ ചെയ്യുന്നൊരു പയ്യനാണ്. ഈ പയ്യൻ എനിക്ക് ഇടയ്ക്ക് ബീച്ചിൽ നിന്നൊക്കെ വീഡിയോസ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും സ്റ്റോറിക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ അയക്കാറുണ്ട്. സോ ഈ പയ്യൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ഇതേ ഡിഫൻഡർ, ഇതേ ജി വാഗൺ, ഓക്കെ, ഈ ജി വാഗൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കുന്നത് ഈ പയ്യൻ തന്നെ ആയതുകൊണ്ട് ഇതൊക്കെ ഈ പയ്യൻ തന്നെ അവൻ്റെ വാട്ടർമാർക്കും ടാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വണ്ടി ഈ പയ്യനെ തട്ടിയത് ജി വാഗൺ ആണ് എന്നുള്ളത് ഇന്ന് രാവിലെ പോലീസുകാർ കൺഫേം ചെയ്തു. ഇന്ന് രാവിലെ രക്ഷപ്പെട്ട്. ഇതുവരെയായിട്ട് ആ CCTV ഫുട്ടേജ് പുറത്ത് വന്നിട്ടില്ല. ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പയ്യൻ റോഡിൻ്റെ നടുവിൽ ക്യാമറയോ മൊബൈലോ പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കാതെ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഷൂട്ടിങ് നടക്കില്ലല്ലോ. അപ്പം നിർബന്ധമായിട്ടും ഈ പയ്യൻ്റെ കയ്യിലുള്ള ഫോണിലോ ക്യാമറയിലോ ഈ വിഷ്വൽസ് പതിയണമല്ലോ. ക്യാമറ ഓണാണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണോ ഈ പയ്യൻ്റെ നേരെ ഓടി വരുന്നത്, പോലീസുകാർക്ക് ആ പയ്യൻ്റെ മൊബൈലോ അല്ലെങ്കിൽ ആ പോയ ക്യാമറയോ എടുത്തു കഴിഞ്ഞാൽ കാര്യം കൃത്യമായിട്ട് കിട്ടും, ഏത് വണ്ടിയാണ് തട്ടിയെന്നുള്ളതും. ആ വണ്ടിക്കകത്തുള്ള ഡ്രൈവറെ അവർക്ക് എന്ത് ചെയ്യാം, പണിഷ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ പോലീസുകാർക്ക്? ഇതൊക്കെ ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ അന്വേഷിച്ചുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ?
ബെൻസോ ജീവാഗൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. വണ്ടി നേരെ വരുന്നതും അയാൾ ഇടിക്കുന്നത് അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ ജീവാഗൺ തന്നെയാണ് ഇടിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. നിലവിൽ ഇത് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അത് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വണ്ടി പരിശോധിക്കാനുണ്ട്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഇടിച്ചതിന് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് കൂട്ടിച്ചേർക്കും. അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കും. മറ്റു നടപടികളിൽ ഉണ്ടാവും. ജീവാഗൺ ആണ് ഇടിച്ചതെന്നുണ്ടെങ്കിൽ ജീവാഗണിന്റെ ഓണർ ആരാ, വണ്ടി ഓടിച്ചതാരാ, അങ്ങനത്തെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല. ഇൻഷുറൻസ് ഇല്ലാത്ത ജീവാഗൺ ആണെന്ന് പറയുന്നു. ശരിയാണ്, ഞാൻ അവിടെ വയ്ക്കാം. ഇൻഷുറൻസ് ഇല്ല ജീവാഗൺ. ഓക്കെ, 2022 ഡിസംബർ 11 ഇൻഷുറൻസ് ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഇൻഷുറൻസ് ഇല്ലാത്ത ഈ വണ്ടി ജീവാഗൺ ഓടിച്ചത് സാബിത്ത് കല്ലിങ്ങൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് ഇന്നലെ ന്യൂസിൽ പറയുന്നത് കേട്ടു. ഈ കാണുന്നതാണ് സാബിത്ത് കല്ലിങ്ങൽ. സാബിത്ത് കല്ലിങ്ങലിൻ്റെ ഒപ്പമുള്ളതാണ് സാബിത്ത് കല്ലിങ്ങലിൻ്റെ ജീവാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്നുള്ളൊരു സ്കീം. അത് ഇതിൻ്റെ മുകളിലൊരു കളി നടന്നിട്ടുണ്ടാവാൻ എല്ലാ സാധ്യതയും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് മീഡിയയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടിക്കൂടി വന്നപ്പോൾ വേറെ വഴിയില്ലാതെ എന്ത് ചെയ്തത്, പോലീസുകാർക്ക് ഈ ജീവാഗൺ കസ്റ്റഡിയിലെടുത്ത് ഇതിൻ്റെ ഓണറാണെന്നും ഈ വിഷ്വൽസ് എടുത്തിട്ട് ഇത് ജീവാഗൺ തന്നെയാണ് ഇടിച്ചത് എന്നുള്ളതും അത് ഓടിച്ചത് സാബിത്ത് എന്നുള്ള ആൾ തന്നെയാണെന്നുള്ളതും ഒക്കെ കൺഫേം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. ഓക്കെ, കാരണം ഇന്നലെ അവിടെ മീഡിയാസ് അവിടെ പ്ലാന്റഡ് ആണ്. CCTV വിഷ്വൽസ് ഇന്നലെ മീഡിയാസിന് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്ത് നടന്നാലും CCTV വിഷ്വൽ പോലീസുകാരനെ എടുത്ത് പുറത്തിടുന്ന ഇത് CCTV വിഷ്വൽസ് കൊടുത്തിട്ടില്ല. ഓക്കെ, കടയിൽ ചോദിച്ചു ചെന്നപ്പോൾ അങ്ങനെ റെക്കോർഡ് ആയിട്ടില്ല CCTV എന്ന് പറയുന്നു. കണ്ടു നിന്ന നാട്ടുകാർ പറയുന്നു അവർ CCTV കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇതുവരെയായിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലുകൾ ശ്രമിച്ചിട്ടും CCTV വിഷ്വൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പണത്തിൻ്റെ മുകളിൽ ചില സമയത്ത് പരുന്ത് പറക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ സാബിത്ത് കല്ലിങ്ങൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 999 ഓട്ടോമോട്ടീവിൻ്റെ ഫൗണ്ടർ. 999 ഓട്ടോമോട്ടീവിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് ഇവിടെ നടന്നതെന്ന് പറയുന്നു. ഓക്കെ, ഈ പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പയ്യൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പയ്യനാണ്. ഈ റീൽസ് എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇന്നലെ ഹെഡിങ് കൊടുത്തപ്പോൾ റീൽസ് എന്നാണ്. എല്ലാ ചാനലുകളിലും റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, റീൽസ് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു റീൽ ഇട്ടിട്ട് അങ്ങനത്തെ പരിപാടിയല്ല. ഈ പയ്യൻ പ്രൊഫഷണലായിട്ട് ഈ റീൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊരു മോശം കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ പ്രൊഫഷനോ. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ഈ പയ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പയ്യൻ മീഡിയ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്വന്തം സ്ഥാപനമുണ്ട്. ഇതേപോലെ പ്രൊമോഷൻ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഓരോ കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി ഫൗണ്ടറാണ്. അപ്പോൾ ഈ പയ്യൻ ഇത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്താണ് അപകടങ്ങൾ വരാറ്. അത് പലതും നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. റോഡിൻ്റെ നടുവിൽ നിന്ന് ഓടി വരുന്ന വണ്ടി, അത് ഹൈ സ്പീഡിൽ വരുന്ന വണ്ടിയുടെ വിഷ്വൽ എടുക്കാൻ ഈ പയ്യൻ ധൈര്യം കാണിച്ചത് മണ്ടത്തരെന്നേ പറയാനുള്ളൂ. ഓക്കെ, അവിടെ പ്രൊഫഷണലിസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള സേഫ്റ്റി ഗിയേഴ്സും സാധനം, എന്ത് സേഫ്റ്റി ഗിയർ ഇട്ടിട്ടും കാര്യമില്ല. റോഡിൻ്റെ നടുവിൽ ഇത്രയും ഓടി വരുന്ന അതും ഹയർ ആൻഡ് പ്രീമിയം കാറുകളുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. ഈ അയൺ സൂട്ട് ഇട്ട് നിന്നാലും കാര്യമൊന്നുമില്ല, അതൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, റീൽസ് എടുക്കുന്ന അല്ലെങ്കിൽ റീൽ കണ്ണാപ്പികൾ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഈ പയ്യനെ ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിനകത്ത് കാര്യം പറയാനായിട്ടായിരിക്കും ഇവിടെ. പക്ഷേ റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത്. റീൽസ് പറഞ്ഞാൽ അത്ര മോശം, ഞാൻ പറഞ്ഞല്ലോ അഗൈൻ ഞാൻ പറയുന്നു, ഈ റീൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര പൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ റീൽസ് എടുത്ത് പ്രൊമോഷൻ വർക്കുകൾ ചെയ്തിട്ടാണ് ഈ പയ്യനും കമ്പനിയും സാധനങ്ങളും അവൻ്റെ ലൈഫും ബിൽഡ് ചെയ്തത്. പയ്യൻ്റെ കഥ ഭയങ്കര ശോകമാണ്. കിഡ്നിക്ക് തകരാറായി, നാട്ടുകാരെല്ലാവരും കൂടി ഫണ്ട് ചെയ്ത് അങ്ങനെ ഈ പയ്യൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു, പുറത്ത് ഗൾഫിലേക്ക് പോകുന്നു, എഗെയിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഇവരെയായിട്ടുള്ള ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇവരെ കമ്പനീനായിട്ട് ഈ 999 ഓട്ടോമോട്ടീവിനായിട്ട് ഈ പയ്യൻ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ പറയാനുള്ളത്, ഇന്നലെ ഈ ദൃക്സാക്ഷിയായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ഞാനിവിടെ വയ്ക്കാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലുള്ള ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോക്കാണ് പിടിച്ച് ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആളും പിന്നെ ഇവിടെ ഒരാളുണ്ട് തടിച്ചിട്ടുള്ള മൂപ്പറൊക്കെയാണ് ഇതിനുള്ളിലേക്ക് കയറ്റി വിടുന്ന ആൾക്കാർ. അതായത് രണ്ട് വണ്ടിയുടെ ഒരുമിച്ചുള്ള റീൽസ്? ആ, രണ്ടും ഒറ്റൊന്നില്ല. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത്, വണ്ടി അധികം ഗ്യാപ്പൊന്നുമില്ല, രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആൽബിന് ഈ ആൻഡ്രീന്റെ താഴത്ത്, ഈ ആൻഡ്രിയിലില്ലേ
ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. ഏതാ ഇടിച്ചെന്നുള്ളല്ല, മുമ്പിലേക്ക് നിൽക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് കിടക്കുന്നത്. ഇത് മറ്റേ വണ്ടിയാണ് ഈ വലത് ഭാഗത്ത് കിടക്കുന്നത്, മറ്റേ ഇടത് ഭാഗത്താണ്. എന്റെ പേര് ഹരിഹരൻ. അല്ല, അത് കണ്ടിട്ടില്ല, നമ്മൾ ഇടിച്ചിരിക്കുന്നതാ കണ്ടത് വണ്ടി. എടുത്ത് വണ്ടിയിലേക്ക് അവരെ വണ്ടി തന്നെ കയറ്റിയത്. അവരെ വണ്ടി തന്നെ ഫസ്റ്റത്തെ വണ്ടി ആ ബ്ലാക്ക് വണ്ടിയിലേക്കാണ് കയറ്റി വിടുന്നത്. നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ ആള് എടുത്ത് ഞങ്ങൾ മൂപ്പര് സൈഡിൽ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുക, മൊത്തം ചോരൊക്കെ ആയിട്ട്. ഇല്ല, ഏത് റീൽസിന് ആരൊന്നുമില്ല. ഇവര് ആകെ ഇപ്പോൾ ഉള്ള കാറില് ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാളും വേറൊരു ടീഷർട്ട് ഇട്ട ചങ്ങായി, ഇവര് മാത്രമാണ് അങ്ങനെ കാണുന്നത്. അല്ല, ആ ആൾക്കാരെ നമ്മൾ കയറ്റുന്ന വണ്ടിയിലേക്ക്. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട ആൾക്കാരും അമ്പലത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ആ കുട്ടീനെ കയറ്റിയത്. അല്ലാണ്ട് വേറെ ഉള്ള ആൾക്കാരൊന്നും കയറ്റിയത്. വണ്ടിയിൽ നിറച്ച ആളൊന്നുമില്ല. വണ്ടി അങ്ങനെ ഞങ്ങൾ കാണുന്ന 3 പേരെ, ഒരു വെള്ള ഷർട്ട് ഇട്ട ആളും ഒരു ടീഷർട്ട് ഇട്ട, ഈ 2 വണ്ടിയിൽ 2 ഡ്രൈവർമാരായിരിക്കുന്ന തോന്നുന്നത്. അല്ല, ആൽവിൻ അടക്കം അങ്ങനെ തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് കയറ്റിയത്. ഞങ്ങൾ അപ്പം തന്നെ ചോദിച്ചിരുന്നു അവരോട്, ആ വെള്ള ഷർട്ട് ഇട്ട ഒരു ചങ്ങാനും. അപ്പോൾ അവർ പറഞ്ഞാൽ അവരെ കാക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി വിട്ടത്. ഇല്ല, ഞങ്ങള് വണ്ടി ഇപ്പുറം നിന്നതിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വണ്ടി എടുക്കേണ്ട സൈഡാക്കാൻ പറഞ്ഞപ്പോൾ അവര് ഇന്റെ കാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി വിട്ടുകൊടുക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി വിട്ടുകൊടുക്കില്ല. എന്താ ഇവിടെ അങ്ങനെ ആക്സിഡന്റുകൾ നടക്കുമ്പോൾ നമ്മളൊക്കെയാണ് അത്യാവശ്യം സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. ഇതിങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞത് വണ്ടി വിടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇന്റെ കാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടി വിട്ടു. നാട്ടുകാർ കൃത്യമായ ഇൻവോൾവ്മെന്റ് ഇന്നലെ അവിടെ നടത്തിയിട്ടുണ്ട്. പോലീസുകാർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത്ര കൺഫ്യൂഷനും, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് ഡിഫൻഡർ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഡ്രൈവറെ കൊണ്ടുവന്ന് നിർത്തി ഡമ്മി കളിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ മാറ്റേണ്ടതോ, അല്ലെങ്കിൽ CCTV വിഷ്വൽസ് മീഡിയാസിന് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കളികൾ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എവിഡൻ്റ് ആണ്. G-Wagon, ഈ ബെൻസ് വണ്ടി റൈറ്റ് സൈഡിലായിരുന്നു എന്നും വണ്ടി ഇടിച്ച സമയത്ത് അവിടെ നിന്ന ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർ ഇക്കാക്കയാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ എടുത്തിട്ട് ഈ പയ്യനെ കൊണ്ടുപോയി എന്നുള്ളതും. ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടികൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തത്. ആൻഡ് ഇവരിതൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, മനസ്സിലായോ? ഈ 999 ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിലിംഗ്, വണ്ടിയുടെ പോളിഷ് കാര്യങ്ങൾ, ഡെന്റ് റിമൂവൽ, അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതാണ്. ശരിക്കും കറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സാക്ഷികളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് പരിക്കുകൾ പോലും മാറ്റാതിരുന്നതെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. എന്താണെങ്കിലും ഈ ഒരു ദൃക്സാക്ഷി മൊഴിയിൽ തന്നെ പോലീസിന് കൺക്ലൂഷനിൽ എത്തായിരുന്നു G-Wagon ആണ് അപ്പം തന്നെ ഇടിച്ചതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ പറഞ്ഞ അതിമാരകമായ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യം വേണ്ടി വരില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലീസുകാർക്കും MVDക്കും ഒരു പ്രത്യേക തരം ഒഴിഞ്ഞു മാറൽ സ്കീം ഇതിനകത്ത് ഭയങ്കര വിസിബിൾ ആയിരുന്നു ഇന്നലെ. പക്ഷെ ഇന്നാവുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. G-Wagon ആണെന്നും നേരത്തെ പറഞ്ഞ പോലെ G-Wagon ഇൻഷുറൻസ് ഇല്ലാന്നും G-Wagon തട്ടിയിട്ട് G-Wagonൻ്റെ മുകളിലേക്ക് ഈ പയ്യൻ വീണാന്നുള്ളതൊക്കെ ഓടിച്ച വ്യക്തി ഈ പറഞ്ഞ സാബിത്താണെന്നുള്ളതൊക്കെ ഇന്നത്തേക്ക് ഓക്കെയാണ്. പക്ഷെ ഇന്നലെ രാത്രി RTO ഉദ്യോഗസ്ഥർ പറഞ്ഞത്, മോട്ടോർ വാഹന വകുപ്പ് ഇത് അപകടം നടന്ന സമയം തന്നെ ഞങ്ങൾ അറിയുകയും വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതികളെ 2 പേരെയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ സംശയിക്കുന്ന 2 പേരെ SHO ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം അവർ FIR ഇടും. FIR ഇട്ടതിന് ശേഷം ഞങ്ങൾ നിയമലംഘനം വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു കാര്യത്തിൽ ആ സംശയം വേണ്ട. അവരാരാണ് പ്രതി അവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും കൂടാതെ ആ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമ്മൾ RCയും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. 2 വണ്ടിയുടെയും ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമോ അതോ ഇടിച്ച വണ്ടിയുടെ മാത്രമാണ്? അതായത് FIR അനുസരിച്ചാണ് നമ്മൾ ഒരു പ്രതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. പോലീസ് കേസെടുക്കുന്ന 2 വണ്ടിക്കെതിരെയാണെങ്കിൽ 2 വണ്ടിയും ചെയ്യും. നിലവിൽ നമ്മൾ വാഹനം പരിശോധിച്ച സമയത്ത് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജ് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? വണ്ടി പരിശോധിച്ചു, എന്നാലും ഞങ്ങളിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് കൂടുതൽ അതിൻ്റെ സ്ക്രാച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രാവിലെ നാളെ വീണ്ടും പരിശോധിക്കുന്നതാണ്. എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം FIR ഇടും. FIR ഇടുമ്പോൾ പ്രതികൾ ആരാന്ന് വ്യക്തമാക്കും. ഡിഫൻഡർ വണ്ടിയിൽ ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് കാണുന്നത്, അകത്തുനിന്ന് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ വണ്ടി ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഇവർ അലോട്ട് ചെയ്ത് കൊടുത്താണ്. പക്ഷേ അവർ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വെക്കാതെ ടെമ്പററി നമ്പർ പ്ലേറ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതും ഒരു കുറ്റകൃത്യം തന്നെയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവും. ഇത് റീൽസൊക്കെ ഇതിന് മുൻപും വന്നിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇതേ വണ്ടിയുടെ റീൽസ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കിടപ്പുണ്ട്. സ്ഥിരമായിട്ട് എടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഈ നടപടി ഈ ഓണർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഇത് വണ്ടി രണ്ടും പാരലായിട്ട് ഒരേ രീതിയിൽ പോകുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അവർ? അതെ, ഒരേ രീതിയിൽ പാരലായിട്ട് വന്ന സമയത്ത് G-Wagon ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ ഓട്ടോയ്ക്ക് കയറി വന്നത്. അപ്പോൾ ഈ മരിച്ച ആൽബിൻ നടുക്കാൻ നിൽക്കുക വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്.
ഡിഫൻഡർ വണ്ടീനെ ഈ ബെൻസ് വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നതാണോ? എങ്ങനെ? ഡിഫൻഡർ വാഹനത്തെ ബെൻസ് വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി ബെൻസ് വണ്ടി ഓവർടേക്ക് വന്നേ, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഇടിച്ച്. ഏത് വണ്ടി ഇടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നോ? ബെൻസ് ആണ് ഇടിച്ചത്? ബെൻസ് വണ്ടി ഈ കിടക്കുന്ന വണ്ടി ഈ വണ്ടി ഇടിച്ച് ഇതാ ഇടിച്ച്. അതിന് CCTV വല്ലതും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഫുട്ടേജ് നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ഇത് വിശദമായിട്ട് ഞങ്ങൾ പറയാം. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെന്നാണ് ഇപ്പോഴും ഓഫീസർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ക്ലാരിറ്റി കിട്ടാനൊന്നുമില്ല. ഈ ഡിഫൻഡർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെമ്പററി രജിസ്ട്രേഷൻ ബോർഡ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ട് ഒരു ടെമ്പ് വെച്ചിട്ട് ഈ സാധനം പുത്തൻ വണ്ടി ഇത് കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ബിഗ് ഷോട്ട്സ് തന്നെയാണ് ഈ പരിപാടി കാണിക്കുന്നത്. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ മാസങ്ങളോളം കൊല്ലങ്ങളോളം ചിലപ്പോൾ ഈ ടെമ്പ് വെച്ച് ഓടിക്കും. ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വെക്കൂല. മനസ്സിലായോ? അപ്പോൾ ഇതും ഞാൻ പറയുന്നത് ഗതാഗത മന്ത്രി എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗതാഗത മന്ത്രി എங்கே? ആശാനിപ്പോൾ ഇത് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് വീഡിയോസ് അങ്ങനെ അത്ര വലിയൊരു ഫെയിം അല്ലാത്ത ആളായതുകൊണ്ടും പിന്നെ പണത്തിൻ്റെ മുകളിൽ പരുന്നുള്ള സ്കീമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ ചാടി ഇറങ്ങി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നേരെ മറിച്ച് ഇതൊരു പ്രമുഖ ഇൻഫ്ലുവൻസർ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പൂളുണ്ടാക്കിയതിന് അപാരമായിട്ടുള്ള വിമർശനവും ശക്തമായിട്ടുള്ള നിയമ നടപടി എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ആളാണ്. ഇതൊന്നും അങ്ങേക്ക് പറയാനുണ്ടാവുമെന്ന് കണ്ടറിയണം. മനസ്സിലായോ? ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. പല സാഹചര്യത്തിലും സേഫ്റ്റി നോക്കാതെയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഒരു വട്ടം ഒരു മലേൻ്റെ മുകളിലെങ്ങാണ്ട് കയറിപ്പോയിട്ട് ഞാനും പ്രഭീം കൂടിയും ബൈക്ക് ചാടുന്നൊരു സാധനം എടുത്തിട്ട് ബൈക്കിൻ്റെ നെഞ്ചത്ത് കൂടി കിട്ടിച്ച് പഞ്ചറായിട്ടുണ്ട്. ഭാഗ്യത്തിൽ വലുതായിട്ട് വല്ല പരിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ഒരു നേരത്തെ ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് റീൽസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മാസമാവാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കാണിക്കാൻ റെഡിയാവും. ഷൂട്ട് ചെയ്യാൻ പലരും റെഡി ആയിട്ട് നമുക്ക് ചെയ്യാന്ന് പറയും. ഒരു അഡ്വഞ്ചർ സാധനം നമ്മൾ ചെയ്യാൻ നിൽക്കും. ശ്രദ്ധിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലടേ. പക്ഷേ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആൾമാറാട്ടം നടത്താനും പിന്നെ അവിടെ ആളെ മാറ്റി വേറെ ആളെ പ്ലാൻ ചെയ്യാനും അതല്ല ഇതെന്ന് പറഞ്ഞുള്ള ഉടായ്പകൾ കാണിക്കാതെ അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊരു മര്യാദയാണ്. അത് ചെയ്യുക. ഓക്കെ, അല്ലാത്ത പക്ഷം പഴയ പോലെയല്ല. മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്, സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണ്. എത്ര ആളല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഡമ്മി വയ്ക്കാൻ നോക്കിയാലും ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പറ്റിപ്പോയി എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആളുകളിലേക്ക് അതെത്തും. ഇല്ലാത്ത പക്ഷം ഇതിങ്ങനെ കടന്ന് മെഴുകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, കാരണം ഈ പയ്യൻ്റെ വീട്ടുകാരുടെ ഒരു കണ്ടീഷൻ, പയ്യൻ അധ്വാനിച്ചു, ലൈക്ക് അവൻ ലൈഫിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും അങ്ങനെ ഒരു കമ്പനിയായി അഡ്വർടൈസിങ് കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നു. നല്ല കിടിലം പയ്യൻ, നല്ല വർക്കും കാര്യങ്ങളും. പയ്യൻ ഈസ് നോ മോർ. എന്തായാലും ആ ഫാമിലി സ്ട്രോങ് ആയിരിക്കട്ടെ. ഓക്കെ, എന്താണെങ്കിലും ഇത് മീഡിയാസ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വല്ലവരും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിരുന്നുണ്ടെങ്കിൽ ഇന്നേരം കൊണ്ട് തമ്മിൽ ഫോട്ടോ അടിച്ച് ഇറക്കി പറപ്പിക്കുന്ന ആളുകളാണ്. എന്താണെങ്കിലും കുറച്ചൊക്കെ ഒരു മീഡിയ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ജീവാഗണാണെന്നും ഓടിച്ച വ്യക്തി ഇന്ന ആളാന്നുള്ളതും അവർക്ക് പറയാൻ പറ്റി. പോലീസിന് പിടിക്കും ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല, രക്ഷപ്പെടാനുള്ള ടൈം കിട്ടിയില്ല. അത് കാര്യം. CCTV വിഷ്വൽസ് പിന്നെ ഇല്ല കേട്ടോ. അത് പിന്നെ വാനിഷായി, എറേസ് ചെയ്ത് പോയി, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്.